ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് സെയിലിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ നല്ല റേറ്റ് കുറവിനൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിൽ വന്നിരിക്കുന്നത് 2 കൊനൂറുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ജൻദേ കൊന്നൂറിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 15 മാസം പ്രായമുള്ള ജൻദേ കൊന്നൂറിൻ്റെ ഫീമെയിൽ വിത്ത് DNA ഉള്ളത്. ഇതിനവർ ചോദിക്കുന്ന റേറ്റ് 10,000 രൂപയാണ്. 10,000 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ജൻദേ കൊന്നൂർ ഫീമെയിൽ വിത്ത് DNA, 15 മാസം പ്രായം. അതുപോലെ തന്നെ അവിടുന്ന് ഒരു പൈനാപ്പിൾ കൊനൂറും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. പൈനാപ്പിൾ കൊനൂറ് 14 മാസം പ്രായമുള്ളത് ഫീമെയിലാണ് വിത്ത് DNA. 4,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഈ 2 പേരുകളും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ 2 ഫീമെയിൽസിനൊക്കെ അന്വേഷിച്ചെടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. അടുത്തായിട്ട് നമുക്ക് നല്ല അടിപൊളി കോക്ടെയിലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യം കുട്ടികളെ ഇറക്കിയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കോക്ടെയിലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ. 2,200 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കൺഫേം ബ്രീഡിംഗ് പെയറിനെ കോക്ടെയിലിനൊക്കെ അന്വേഷിച്ചെടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. 2,200 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിനായിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. മലപ്പുറമാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് മലപ്പുറത്ത് നിന്ന് അടുത്തൊരു ബ്രീഡറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കുറച്ചധികം പ്രാവുകളും നാടൻ കോഴി കുഞ്ഞുങ്ങളും. അപ്പോൾ അമേരിക്കൻ ഫാൻറ്റെയിലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. നല്ല അടിപൊളി ബ്രീഡിംഗ് പെയർ. 1,300 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അമേരിക്കൻ ഫാൻറ്റെയിലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ. ഒരെണ്ണം ആൽമണ്ടാണ് വന്നിരിക്കുന്നത്, ഒരെണ്ണം. അപ്പോൾ നല്ല അടിപൊളി അമേരിക്കൻ ഫാൻറ്റെയിലിൻ്റെ ബ്രീഡിംഗ് പെയർ. 1,300 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അതേപോലെ അവിടെ നിന്ന് തന്നെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നതാണ് സാറ്റീൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ. കൺഫേം ബ്രീഡിംഗ് പെയറാണ്, എഗ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ സാറ്റീൻ്റെ ബ്രീഡിംഗ് പെയറിന് അവർ ചോദിക്കുന്നത് 1,000 രൂപയാണ് ആ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മൂന്നാമത് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് മലപ്പുറം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴി കുഞ്ഞുങ്ങൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇത് 100 രൂപയുടെ ഉണ്ട്, ഇതിൽ 120 രൂപയുടെ ഉണ്ട്. തനി നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. സെയിം ബ്രീഡർ തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രാവുകളും നാടൻ കോഴി കുഞ്ഞുങ്ങളൊക്കെ കാപ്പിരി കോഴികളൊക്കെ ഉണ്ട്. ഇതിൽ തനി നാടൻ കോഴി കുഞ്ഞുങ്ങളൊക്കെ 100 രൂപയുടെ ഉണ്ട്, 120 രൂപയുടെയും നാടൻ കോഴി കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പ്രാവുകളും അതുപോലെ നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സൺകൊനൂറുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 10 മാസം പ്രായമുള്ളതാണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 10 മാസം പ്രായമുള്ള സൺകൊനൂറുകൾ പീസ് റേറ്റ് 8,000 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. 8,000 ആണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി സൺകൊനൂറുകൾ 8,000 റുപ്പീസാണ് 10 മാസം അതിന് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. തിരുവനന്തപുരം ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വെറും 8,000 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ക്രോസ് ബ്രീഡ് ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്.
ഫ്രീ അഡോപ്ഷനാണ്. അപ്പോൾ ഇതിന് എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷനൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ക്രോസ് ബ്രീഡിൻ്റെ ഒരു ഫീമെയിൽ ഫ്രീ അഡോപ്ഷനാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ഫ്രീ അഡോപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിന് ഒരുപാട് പെറ്റ്സിനെ സ്നേഹിക്കുന്നവർക്കാണ്. അപ്പോൾ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരെടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ നമ്മുടെ തനിനാടൻ നായകളായാലും നായ പപ്പീസുകളായാലും കൊടുക്കാനുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ്. ആ പപ്പീസിനെയൊക്കെ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. ക്രോസ് ബ്രീഡ് ഒരു ഫീമെയിൽ. അപ്പോൾ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കൊല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 9 എണ്ണം കൂടി 5300 രൂപയാണ് ചോദിക്കുന്നത്. പെയറായിട്ടാണെങ്കിൽ 1300 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഇതിൽ 9 എണ്ണത്തിൽ 7 എണ്ണം ബ്രീഡിങ് സൈസാണ് വന്നിരിക്കുന്നത്, 2 എണ്ണം സെമി അഡൾട്ടാണ് വന്നിരിക്കുന്നത്. ടോട്ടലാണെങ്കിൽ 5300 രൂപയാണ് ചോദിക്കുന്നത്. കൊല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടുന്ന് ഒരു കോക്ടെയിലും ഒരു ആഫ്രിക്കൻ ലവ് ബേർഡും 2 എണ്ണം കൂടി 2000 രൂപയാണ് അവർ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഈ 2 എണ്ണം കൂടി 2000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. കൊല്ലാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ടായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ടേംഡ് ആയിട്ടുള്ള പേൾ കോക്ടെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിനവർ ചോദിക്കുന്നത് 2000 രൂപയാണ് ഈ കോക്ടെയിലിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ടേംഡ് ആയിട്ടുള്ള പേൾ കോക്ടെയിലാണ് വന്നിരിക്കുന്നത്. 2000 രൂപ എറണാകുളമാണ്. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് നമുക്ക് റോഡ് വീലറിൻ്റെ ഒരു ഫീമെയിൽ 1 വയസ്സ് പ്രായം കഴിഞ്ഞത് വിത്ത് കേസുള്ളത് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 35,000 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ അഡൾട്ട് ഫീമെയിലിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 35,000 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് ബേഡുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കടവന്തരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരുപാട് ആഫ്രിക്കൻ ലവ് ബേഡുകൾ അതേപോലെ തന്നെ കോക്ടെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ട്. ആഫ്രിക്കൻ ലവ് ബേഡുകളൊക്കെ ബ്രീഡിംഗ് പെയറുകളൊക്കെ ഉണ്ട്. കേജും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. മൊത്തം കൊടുത്ത് ഒഴിവാക്കലാണ് ഇവിടെ. അപ്പോൾ ആഫ്രിക്കൻ ലവ് ബേഡുകൾ പെയർ റേറ്റ് ഒരു 3000 രൂപയും കോക്ടെയിലിന് പെയറിന് 3800 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ബൾക്കായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രാജപാളയത്തിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഫാദറിനെയും മദറിനെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു സിംഗിൾ ഫീമെയിൽ പപ്പി. അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് 9000 റുപ്പീസാണ് ചോദിക്കുന്നത്. 9000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. രാജപാളയത്തിൻ്റെ ഫീമെയിൽ പപ്പി കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. അപ്പോൾ രാജപാളയത്തിൻ്റെ ഫീമെയിൽ പപ്പി 9000 രൂപയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത്. രാജപാളയത്തിൻ്റെ പേരൻസിൻ്റെ വീഡിയോ നമ്മളിൽ ഫോട്ടോസ് നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് തൃശ്ശൂരിൽ നിന്നാണ് അലിഗേറ്റർ കാറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 അടി നീളമുള്ള അലിഗേറ്റർ കാറ് 10,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. തൃശ്ശൂരാണ് ലൊക്കേഷൻ. അപ്പോൾ നല്ല അടിപൊളി നല്ല വലിപ്പമുള്ള അലിഗേറ്റർ കാറ് 10,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി അലിഗേറ്റർ കാറ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകളുടെ ബൾക്ക് സെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പ്രാവുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 30 പ്രാവുകൾ 7000 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. ഇതിൽ വന്നിരിക്കുന്നത് മുദീന ഉണ്ട്, 3 പീസ് മുദീന ഉണ്ട്, മുഗി ഉണ്ട്, സിറാസ് ഉണ്ട്, സാറ്റി ഉണ്ട്, ഹോമർ ഉണ്ട്, മുഗികളുണ്ട്, ക്രോസ് ബേർഡ് ഉണ്ട്, അതേപോലെ തന്നെ ബർപ്പൻസ് ഉണ്ട്. ഹോമർ, ബർപ്പൻസ്, സാറ്റി, സിറാസ്, മുദീന, നല്ല അടിപൊളി ബേഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 30 എണ്ണം അവർ ചോദിക്കുന്ന റേറ്റ് 7000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്.
അത് നല്ല അടിപൊളി ബേഡുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. സാറ്റി ബർപ്പൻസ്, അത് നല്ല അടിപൊളി കളർ ബർപ്പൻസ്. അതേപോലെ തന്നെ മുഗിയറുണ്ട്. അപ്പോൾ ഈ ബേഡുകൾ കിട്ടിക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബൾക്ക് സെയിൽ 30 എണ്ണം 7000 രൂപ. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതേപോലെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ. വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. അതുപോലെ പെറ്റ്സിൻ്റെ ഡീറ്റെയിൽ, റേറ്റ്, പെറ്റ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.